എല്ലാവർക്കും ഒരിക്കൽ കൂടി ആഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പ്ലം കേക്കാണ്. ക്രിസ്മസ് ഇനി അടുത്ത് വരുന്നു. കോവിഡായിട്ട് നിങ്ങൾ പുറത്തൊന്നും പോകണ്ട, വീട്ടിൽ തന്നെ ഇപ്രാവശ്യം കേക്ക് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ആർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം വേഗം കിച്ചണിൽ പോയി നമുക്ക് ആ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് വളരെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കേക്ക് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കേക്കിന് ഈ സോക്കിംഗ് എന്നുണ്ട്, ഈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർക്ക് ഉള്ളത്. ഒരു മാസം മുമ്പേ എല്ലാവരും ഒരു ആൽക്കഹോൾ, വിസ്കി, റം, ബ്രാൻഡി, പിന്നെ വൈന്, അങ്ങനെ പല ആൽക്കഹോൾ ബേസിൽ ഈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ചിലർ ഓറഞ്ച് ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ് അങ്ങനെയുള്ളതിനകത്ത് ഒരു 1-2 ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിലും വളരെ ഈസി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാം ഈ പ്ലം കേക്ക്. ടേസ്റ്റിന് യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കിന് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്, ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൈസിൻസ്, നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. അപ്പം എനിക്കിഷ്ടമുള്ളതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അതെടുത്തോ. ചെറീസ് ഇടാം, നട്ട്സ് ഇടാം, ഏത് വേണമെങ്കിലും എടുത്തോ. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദയ്ക്ക് ഒരു 2 കപ്പ് ഫ്രൂട്ട്സാണ് ഇവിടെ ഇടുന്നത്. ഇപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് നിങ്ങൾക്ക് 1 കപ്പ് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അതിൻ്റെ ഡബിൾ ഇടാം, അല്ലെങ്കിൽ ത്രിബിൾ ഇടാം. ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഇതെല്ലാം കൂടെ ഒരു 2 കപ്പ് വരുന്നുണ്ട്. അപ്പം ഞാൻ എടുത്തേക്കുന്നതുണ്ട്, റൈസിൻസ് എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചെറീസ് എടുത്തിട്ടുണ്ട്, പിന്നെ മിക്സ്ഡ് ഇത് കണ്ടോ, മിക്സ്ഡ് ഇതുണ്ട്, പപ്പായ വിളയിച്ചതാണ്, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഇങ്ങനെ വിളയിച്ചതുണ്ട്, ജിഞ്ചർ. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ പൗഡർ ഇട്ടാലും മതി. പിന്നെ അതുപോലെ ഓറഞ്ച് ആൻഡ് ലെമൺ സെസ്റ്റ് വിളയിച്ച് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഡേറ്റ്സും ഇത്രയുമാണ് എടുത്തേക്കുന്നത്. പിന്നെ നട്ട്സ് കുറച്ച് എടുത്തിട്ടുണ്ട്. നട്ട്സ് ഞാൻ കാഷ്യൂ നട്ട്സും ആൽമണ്ടും പീക്കൺ ഇത് 3 കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എല്ലാം കൂടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പം ഫിഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്തിപ്പഴം ഇഷ്ടമാണെങ്കിൽ അതിടാം. വേറെ ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ എന്നിട്ട് ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിക്കുക. ഇത് സോക്ക് ചെയ്ത് ഒത്തിരി നേരം ഒന്നും വെക്കുന്നില്ല, നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് അങ്ങ് ചെയ്യുവാണ്. പക്ഷേ ഇതും കൂടെ ചെയ്തിട്ട് എന്ത് പ്രോസസ്സാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ. നട്ട്സ് ലാസ്റ്റിലേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പം 2 കപ്പ് മിക്സഡ് ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് റെഡിയാക്കിയിരിക്കും. അടുത്തായിട്ട് നമ്മൾ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി വെക്കണം ഈ കേക്കിലിടാനുള്ളത്. അതിന് ഞാൻ ഒരു 10 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ 2 കഷ്ണം സിനമൺ എടുത്തിട്ടുണ്ട്, ഒരു 3-4 ക്ലോവ്സ് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, പിന്നെ ഈ നട്ട്മെഗ്, ജാതിപത്രി, ഈ 4 കാര്യങ്ങളും കൂടെ 2 സ്പൂൺ ഒരു ഷുഗറിനകത്ത് പൊടിച്ചെടുക്കും. എന്നിട്ട് അതാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പം എനിക്കൊന്ന് പൊടിച്ചെടുക്കണം. ഈ മസാലകളും കൂടെ മിക്സ് ചെയ്യുക, എന്നിട്ട് അടച്ച് അടുത്തതായിട്ട് നമ്മൾ കേക്ക് ഏത് ടിന്നിലാണ് ഉണ്ടാക്കുന്നത് അതൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ഒരു സ്പ്രിംഗ് ഫോം പാന് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ പുരട്ടി ഒരു ബട്ടർ പേപ്പർ അടിയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പ്രിംഗ് ഫോം പാൻ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ വളരെ സൗകര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ സാധാരണ ഒരു 8 ഇഞ്ചിൻ്റെ 7 ഇഞ്ചോ 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ഓർ റെക്റ്റാങ്കുലർ പാൻ എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് റെഡി ആയിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇനിയാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്
പ്ലം കേക്ക് ഉണ്ടാക്കാൻ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അപ്പം ഞാനൊരു 1/2 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് അതിൽ നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പം കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി ഒരു പാനോ അല്ലെങ്കിൽ ഒരു സോസ് പാനോ അടുപ്പത്ത് വെച്ച് തീ കത്തിക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഷുഗറാണ് എടുത്തേക്കുന്നത്. അതപ്പം പാൻ ചൂടായി അപ്പം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാര ഒത്തിരി ഡാർക്കായിട്ട് കരിഞ്ഞു പോകാതെ ഒരു ബ്രൗൺ കളറാക്കി എടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ ഇതൊന്ന് ഒരു മീഡിയം ഹീറ്റിലിട്ട് ചെറുതായിട്ടൊന്ന് ഇത് പഞ്ചസാര കരിച്ചെടുക്കാം. അപ്പോൾ ഈ 1/2 കപ്പ് ഷുഗറിന് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലതായിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഞാൻ വെള്ളം കൂടെ ഒഴിക്കും. ഷുഗറെല്ലാം ഒരു കളർ ഇങ്ങനെ ചേഞ്ച് ആയി വന്നു. അപ്പോൾ തീ വളരെ ഏറ്റവും ലോയിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇതിങ്ങനെ നല്ല ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുമ്പം ഇതൊന്ന് പതഞ്ഞു വരും. ആ ഒരു സമയത്ത് നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ഒരു ലൂക്ക് വാം വാട്ടർ ഒഴിച്ചാൽ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും ഇത് ചിലപ്പോഴേ. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പം അറിയാത്തവർ കെയർഫുള്ളായിട്ട് ഇച്ചിരി മാറി നിന്ന് വേണം ഇത് ചെയ്യാൻ. ഇതിപ്പോൾ റെഡിയായി. ഞാൻ ഇനിയും വെള്ളം ഒഴിക്കാൻ പോവാം. ഇതിപ്പോൾ ഞാൻ തീയെ നിന്ന് മാറ്റി പിടിച്ചോണ്ടാണ് ഒഴിക്കാൻ പോകുന്നത്. വളരെ സാവകാശമാണ് ഒഴിക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടി ആ കളർ കിട്ടി. ഇതെല്ലാം ഒന്ന് മെൽറ്റായി വരും. ഒരു കപ്പ് സിറപ്പുണ്ട്. അതൊന്ന് വറ്റി ഒരു 1/2 കപ്പ് 1/4 കപ്പോളം ആകണം. അപ്പോൾ ചെറിയ തീ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെറിയ തീയിലൊന്ന് കിടക്കട്ടെ. അപ്പം സിറപ്പെല്ലാം ഒരുമാതിരി ഒന്ന് കുറുകി കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഈ ബട്ടർ നമ്മൾ ബീറ്റിങ് ഒന്നുമില്ല. ഒരു 1/2 കപ്പ് ബട്ടർ ഇതിലോട്ടങ്ങ് ഇടുക, ഡയറക്റ്റ് അങ്ങ് ഇടുക. ഇതിൽ കിടന്നൊന്ന് മെൽറ്റ് ആക്കാം. എല്ലാം ഇങ്ങനെ ബോയിൽ ചെയ്ത് നമ്മൾ എടുക്കുന്നേ ഉള്ളൂ, അല്ലാതെ ബീറ്റിങ്ങോ ഒന്നുമില്ല. ബട്ടറും ഈ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ഷുഗറിന് പകരം ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ബ്രൗൺ ഷുഗറും എല്ലാം ഇതിലോട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. അര തൊട്ട് 1/4 കപ്പ് വരെ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ചേർക്കണേ. അപ്പോൾ ബ്രൗൺ ഷുഗറോട് ചേർത്തപ്പോൾ കണ്ടോ നല്ലൊരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്ലം കേക്കിന് നല്ലൊരു ഡാർക്ക് കളർ ഇങ്ങനെ കിട്ടണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ബ്രൗൺ ഷുഗർ ചേർക്കുന്നത്. അപ്പോൾ അതും റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, നട്ട്സ് ഒഴിച്ച് ബാക്കിയെല്ലാം കൂടെ നമ്മൾ വിളയിച്ച് വെച്ചില്ലേ, അത് ഇതിനകത്തോട്ടങ്ങ് ഇടാൻ പോവുക. അപ്പോൾ ഇത് ബോയിൽ ചെയ്യുന്ന പ്രോസസ്സാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊന്ന് തിളപ്പിക്കുമ്പോൾ ഇത് നല്ല സോക്കായിട്ട് വരും. ഈ റൈസിൻസും ഒക്കെ നല്ലതായിട്ട് സോഫ്റ്റായി വരും. അപ്പോൾ 1 മാസമൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പം ഇതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ 1 സ്പൂൺ ഹണിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്.
നിങ്ങളുടെ കയ്യിൽ ഹണി ഉണ്ടെങ്കിൽ 1-2 സ്പൂണ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ജാം വേണമെങ്കിലും ചേർക്കാം. അതൊന്ന് ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ കിടന്നൊന്ന് വിളയിച്ചെടുക്കുക പറയത്തില്ലേ, അതുപോലെ ഒന്ന് വിളയിച്ചെടുക്കാം. നമ്മുടെ ഫ്രൂട്ട് സിറപ്പ് ഓൾമോസ്റ്റ് തിക്കായി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് ഇതൊന്ന് കൂളാകാൻ വേണ്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട ചേർക്കണം, മൈദയും ഒക്കെ പിന്നെ ചേർക്കണം. ഇനി ഒന്ന് തണുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കാരമൽ ഫ്രൂട്ട് സിറപ്പ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് എല്ലാം തണുത്ത് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് 2 മുട്ട പൊട്ടിച്ച് അങ്ങ് ഒഴിക്കാൻ പോവുകയാണ്. വലിയ ബീറ്റിംഗ് ഒന്നും വേണ്ട, ജസ്റ്റ് വെറുതെ അങ്ങ് എടുത്താൽ മതി. ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ടങ്ങ് ഒഴിച്ചാൽ മതി. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഓറഞ്ച് എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം മുട്ടയെല്ലാം നല്ലതായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുക. ആ സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് അരിച്ച് ഇതിലോട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ 1 കപ്പ്, അത് ഈ സ്റ്റൈലിലോട്ട് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ സ്പൈസസ് പൊടിച്ച് വെച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഇനി ഒരു വിസ്കോ ഫോർക്ക് വെച്ച് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ആ നട്ട്സ് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പ്ലം കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നിലോട്ട് ഇത് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ കേക്ക് ടിന്നിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഇട്ട് കൊടുക്കാം. മുകളിൽ നമുക്ക് ഇതുപോലെ നമുക്ക് കുറച്ച് ചെറീസും നട്ട്സും കിസ്മിസും ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. കുറച്ചൊക്കെ താഴെ പോകുമായിരിക്കും, എങ്കിലും കുറച്ചൊരു ഭംഗിക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സമയത്ത് ഓവൻ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 180 ഡിഗ്രിയിൽ. അപ്പോൾ അത് പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അത് നമ്മൾ ടൈം നോക്കി എടുക്കണം. ഒരു 45 ടു ചില 1 അവർ 1.5 മണിക്കൂർ വരെ എടുക്കും. അപ്പോൾ ഞാനിത് വെച്ച് നോക്കിയിട്ട് ഇത് എത്ര സമയം എടുത്തെന്ന് നിങ്ങളോട് പറയാം. മാക്സിമം ഒരു 1.5 മണിക്കൂർ വരെ ചിലതെടുക്കും. ഇത് ഫ്രൂട്ട്സ് ഒത്തിരി ഉള്ളതുകൊണ്ട് സ്ലോ ആയിട്ട് തന്നെ ആകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഞാൻ ഇനിയും അങ്ങോട്ട് ഓവനിലോട്ട് വെക്കാൻ പോവാം. കേക്ക്
ഇവിടെ നല്ല റെഡിയായി കഴിഞ്ഞു. അപ്പം എനിക്ക് 1 hour 10 minute ആണ് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി എടുത്തത്. നമ്മൾ കേക്ക് വെന്തോ നമ്മളിങ്ങനെ ഒരു സ്ക്വയർ വെച്ച് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കണം. അപ്പോൾ എല്ലാം ക്ലീനാണ്. ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനൊക്കത്തില്ല. നന്നായിട്ട് തണുത്തിട്ടേ ഇനിയും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഒരു ട്രേയിലോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ബാച്ച് സെയിം 1 കപ്പിൻ്റെ വെച്ച് രണ്ട് ബാച്ച് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൽ ഒരു ബാച്ച് നല്ല തണുത്തു. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തെടുത്തേക്കുവാണ്. ഒരു ബാച്ച് ഇപ്പോഴും ചൂടുള്ളതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്ചർ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻസൈഡ് കണ്ടോ, ഫ്രൂട്ട്സും എല്ലാം എല്ലായിടത്തും ഒരുപോലെ ആയിട്ടുണ്ട്. ഇത് ബേക്കറിയിൽ നമ്മൾ വാങ്ങിക്കുന്ന പ്ലം കേക്കിൻ്റെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കണ്ടോ. നല്ല എല്ലായിടത്തും ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം ഫ്രൂട്ട്സൊന്നും അധികം സോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കാവുന്ന ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഈ ക്രിസ്മസിന് നിങ്ങൾ ഈ ഒരു സ്റ്റൈലിലുള്ള പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ മെയിനായിട്ട് ബേക്ക് ചെയ്യുമ്പോഴുള്ള ആ ടൈമിങ് നിങ്ങളുടെ എത്ര വേണ്ടിയെന്നുള്ള ടെമ്പറേച്ചർ നിങ്ങൾ സെറ്റ് ചെയ്ത് അത് റെഡിയാക്കി എടുക്കണം. അതേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ ആ റെസിപ്പി തന്നെ. അപ്പോൾ ക്രിസ്മസ് സീരീസിൻ്റെ പുതിയൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.